ഇറാൻ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയെ എതിർക്കുകയും പാകിസ്ഥാനെ പരോക്ഷമായി സഹായിക്കുകയും ചെയ്യുന്ന ഖമേനിയുടെ മോശം വാക്കുകൾക്ക് ഇന്ത്യ ഒന്നിലധികം തവണ കഠിനമായി പ്രതികരിക്കേണ്ടി വന്നു. ഇതാണ് വിരോധാഭാസം. മതം ഇറാനെയും പാകിസ്ഥാനെയും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നു. കാശ്മീർ വിഷയത്തിൽ ഖമേനി ഇന്ത്യ കാശ്മീരി മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വിമർശിച്ചു. അതുകൊണ്ടാണ് ഖമേനിയുടെ മരണത്തിൽ അവർ കരയുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ത്യയെ വിമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെ അദ്ദേഹം പൂർണ്ണമായും എതിർത്തു. 2024 അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. മ്യാൻമാറിലോ ഗാസയിലോ ഇന്ത്യയിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ ഒരു മുസ്ലിമിന് നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ നാം അറിയുന്നില്ലെങ്കിൽ നമുക്ക് സ്വയം മുസ്ലിങ്ങളായി കണക്കാക്കാനാവില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ അഭിപ്രായങ്ങളെ തെറ്റായ വിവരങ്ങളും അസ്വീകാര്യവും എന്ന് വിശേഷിപ്പിക്കുകയും ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തം റെക്കോർഡ് നോക്കാൻ ബാഹ്യ വിമർശകരെ ഉപദേശിക്കുകയും ചെയ്തു. ഇറാനിലെ സുന്നി മത ന്യൂനപക്ഷങ്ങളെയും ഇറാനിലെ ഖുർഷിദ് വംശീയ ന്യൂനപക്ഷങ്ങളെയും ആസൂത്രിതമായി പീഡിപ്പിക്കുകയും ഉന്മൂലനം ചെയ്യുകയും ചെയ്ത ഖമേനിയുടെ ഒരു കണ്ണാടിയായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ സർക്കാർ അടുത്തിടെ 30,000-ലധികം പ്രതിഷേധകരെ കൊന്നൊടുക്കി. ഹിജാബ് ധരിക്കാത്തതുപോലുള്ള ലളിതമായ കുറ്റകൃത്യങ്ങൾക്ക്. ശരിയായി ഹിജാബ് ധരിക്കാത്തതിന് പോലും പലരെയും വധിച്ചു. വളരെ ചെറിയ മതലംഘന കുറ്റകൃത്യങ്ങൾ ചെയ്ത കന്യകകളായ സ്ത്രീ തടവുകാരെ ജന്നത്തിൽ പ്രവേശിക്കുന്നത് തടയാൻ റേപ്പ് ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് മരണശേഷം ഇറാൻ എല്ലാ മുസ്ലിങ്ങളെയും ആക്രമിക്കുന്നു. UAE, ഖത്തർ, കുവൈറ്റ്, ഇറാൻ, സിറിയ, ജോർദാൻ, ഒമാൻ, സൗദി അറേബ്യ റമദാനിൽ മറ്റു മുസ്ലിങ്ങളെ കൊല്ലുന്നു. അവർ പരസ്പരം കൊല്ലുകയും പരസ്പരം സ്വത്തുക്കൾ നശിപ്പിക്കുകയും ചെയ്യുന്നു. കാശ്മീർ, കേരളം, ബംഗാൾ എന്നിവിടങ്ങളിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ വിലപിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും വെറും കപട വിശ്വാസികളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ വിലപിക്കുന്ന ഹിന്ദുക്കൾ ബഹുതല കപട വിശ്വാസികളാണ്.